മലമേലെ തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരി തൂകും പെണ്ണല്ലോ ഇടുക്കി. സോറി ഗായ്സ്, ഇത് ഇടുക്കിയല്ല, വയനാടാണ് കേട്ടോ. അപ്പോൾ നമ്മളുള്ളത് വയനാടാണ് കേട്ടോ. വയനാട് കാണാത്തവരായിട്ടും വരാത്തവരായിട്ടും ആരും ഉണ്ടാവില്ല. പക്ഷേ വയനാടിനെ അറിഞ്ഞു വരികയാണെങ്കിൽ വയനാടിൽ എന്നും വ്യത്യസ്തമായ കാഴ്ചകൾ ഒരുക്കുന്ന ഒരു പറുദീസയാണ് കേട്ടോ വയനാട്. വയനാട് വരുന്നവർ കാടും വീടും ഒക്കെ കയറാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കണം. എന്നാലേ വയനാടിൻ്റെ പരിപൂർണ കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ വയനാടിലെ ഡിഫറെൻറ്റ് പ്ലേസുകൾ തേടിയിട്ടുള്ള യാത്രയിൽ ഫാമിലി ആയിട്ടുള്ള ഈ ട്രിപ്പ് ഞങ്ങൾ പോയപ്പോൾ 900 കണ്ടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് ഈവനിങ്ങിൽ ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം കണ്ടെത്തിയിട്ടോ. അവിടെ ഒരു തേയിലത്തോട്ടമുണ്ട്. തികച്ചും ഫോറസ്റ്റിനാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു തേയിലത്തോട്ടമാണ്. ഈ തേയിലത്തോട്ടത്തിൽ ചെറിയ ട്രീ ഹൗസുകളുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിലൊരു താമസം, അതൊരു ഡിഫറെൻറ്റ് അനുഭവമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇതുപോലുള്ളൊരു സെറ്റപ്പിൽ താമസിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. വളരെ നോർമൽ സെറ്റപ്പാണ്. വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് താമസിക്കാൻ പറ്റും. ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ താമസിച്ചതിൻ്റെ ഒരു അനുഭൂതി നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ലൈക്ക് ബട്ടൺ അമർത്തിയിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വളരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റേ ചെയ്ത വല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ അങ്ങോട്ട് രേഖപ്പെടുത്തിക്കോളൂ കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും ഇതിൽ താമസിക്കുന്ന സെറ്റപ്പിലാണ്. തികച്ചും ഫോറസ്റ്റിനാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ അത്. അവിടെ ഇതുപോലൊരു അനുഭവം ഭയങ്കര രസമാണ്. കാരണം മനുഷ്യന്മാരുടെ ശബ്ദമില്ല, മറ്റു വണ്ടികളുടെ ശബ്ദവും കാര്യങ്ങളൊന്നുമില്ല. ചീവീടിൻ്റെയും കുരങ്ങിൻ്റെയും അതുപോലെ കാടിൻ്റെ ഉള്ളിലുള്ള ഒരു ശബ്ദങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ ഈവനിങ്ങിൽ വന്ന് ഞങ്ങൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് രാത്രി സ്റ്റേ ചെയ്യാനുള്ള പരിപാടിയിലാണ് അവിടെ. അങ്ങനെ താഴെ കോട്ടേജിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് സ്റ്റെപ്പുകൾ കയറണം കേട്ടോ. അതിൻ്റെ മുകൾക്ക് ഇതൊരു 10-20 സ്റ്റെപ്പൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ 10-20 നിൽക്കില്ല, അതൊരു 100-300 സ്റ്റെപ്പ് തന്നെ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് മുകളിലെത്തുമ്പോഴേക്ക് താഴെന്ന് കഴിച്ച ഫുഡൊക്കെ എന്തായാലും ദഹിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായി. അങ്ങനെ താഴെ കോട്ടേജിൻ്റെയും മുകളിലെ ട്രീ ഹൗസിൻ്റെയും ഇടയിൽ ഇതുപോലെ ഒരു പൂൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പൂൾ തന്നെയാണ്. ഫാമിലി ആയിട്ട് ഞങ്ങൾ നല്ലതായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. കാരണം വേറെ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല, ആരുടെയും ഡിസ്റ്റർബും കാര്യങ്ങളൊന്നുമില്ല. ലേഡീസിനൊക്കെ നല്ല കൂളായിട്ട് യൂസ് ചെയ്യാൻ പറ്റി. അങ്ങനെ സ്റ്റെപ്പുകൾ കയറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എതിർ സൈഡായ ഫോറസ്റ്റിൽ നിന്ന് നല്ല കുറുക്കൻ്റെയും അതുപോലെ ചീവീടിൻ്റെയും മറ്റും കാടിൻ്റെ ഉള്ളിൽ നിന്നുള്ള ശബ്ദങ്ങളൊക്കെ അങ്ങനെ വന്നപ്പോൾ വൈഫിന് ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടോ. മുകളിലേക്ക് കയറണോ, നമ്മൾ ഒറ്റയ്ക്ക് അവിടെ നിൽക്കണോ എന്നൊക്കെ ഉള്ളൊരു ചോദ്യം ഉണ്ട് കേട്ടോ. പക്ഷേ അവിടെ താമസിക്കണം എന്നുള്ള വല്ലാത്ത മോഹമുണ്ട്. പിന്നെ ശക്തനും ധൈര്യശാലിയുമായ ഒരു ഭർത്താവ് മുന്നിൽ നടക്കുമ്പോൾ ഈ എന്തിനു പേടിക്കണം എന്ന ചോദ്യത്തിന് മുന്നിൽ ധൈര്യം ഉണ്ടാക്കി അവൾ എന്ത് ചെയ്തു, എൻ്റെ പിന്നിലൂടെ അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറി മുകളെത്തി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഇന്ന് താമസം കേട്ടോ. ആ ലൈറ്റിൽ ഇങ്ങനെ കാണുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല, ഒരു ലുക്കൊക്കെ ഉണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലോട്ട് കയറി നോക്കിയാൽ എന്താണ് അവസ്ഥ എന്നറിയില്ല. എന്തായാലും ഡോറൊക്കെ ഒരു ഫാബ്രിക്കേഷനിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള സെറ്റപ്പാണ് കേട്ടോ. വലിയൊരു സെറ്റപ്പൊന്നുമല്ല. ഈ സൈഡിലും കാട്, ആ സൈഡിലും കാട്, മൊത്തത്തിൽ കാടിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇത് നിൽക്കുന്നത്. അങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി അവസാനം മുകളിലെത്തി. നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ച് ചാവിയൊക്കെ എടുത്തൊന്ന് തുറന്ന് നോക്കട്ടോ. എന്താണ് ഉള്ളിലെ സെറ്റപ്പ് എന്നറിയില്ല. എന്തായാലും അവർക്ക് കൊടുത്തിട്ടുള്ള കാശിനുള്ളൊരു മുതൽ ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. കാരണം അത്ര റേറ്റ് നമ്മൾ അതിന് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുമ്പോൾ എന്തായാലും ഡിഫറെൻറ്റ് അനുഭവം കിട്ടും. കയറുമ്പോൾ തന്നെ സൈഡിലൊരു ബാത്റൂമൊക്കെ ഉണ്ട്. നോർമൽ സെറ്റപ്പാണ്. ഒരു ഫാമിലിക്ക് അല്ലെങ്കിൽ ഒരു കപ്പിൾസിനൊക്കെ താമസിക്കാൻ പറ്റുന്നൊരു സെറ്റപ്പിലാണ് അവർ ചെയ്തിട്ടുള്ളത്. കുഴപ്പമില്ലാത്തൊരു ബെഡ്റൂം ഉണ്ട്. ഉള്ളിൽ അത്യാവശ്യം നല്ലൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് മുന്നോട്ട് നോക്കുമ്പോൾ ഈ കർട്ടൻ അങ്ങോട്ട് നീക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തേക്ക് ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അവിടെ ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ പോയിട്ട് ഇരിക്കാൻ പറ്റുന്ന സെറ്റപ്പ്. അവിടെ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴൊക്കെ നല്ല കൂളുള്ള കാറ്റും ഇങ്ങോട്ട് അടിക്കാൻ തുടങ്ങിയിട്ടോ. താഴെ നമ്മളെ പൂളൊക്കെ ഇങ്ങനെ എന്താ പറയുക, നീല കളറിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട്. അപ്പുറത്ത് താഴെയുള്ള കോട്ടേജിൽ കുറച്ച് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. ബാക്കിയുള്ള മൊത്തം ഭാഗം ഇരുട്ടാണ് കേട്ടോ. ആ ഒരു കുറച്ച് ഏരിയ മാത്രമേ ലൈറ്റുള്ളൂ. ബാക്കിയുള്ള ഭാഗമൊക്കെ മൊത്തം ഇരുട്ടിലിങ്ങനെ ആ ഒരു കാടിൻ്റെ ഒരു ഫീല് എന്താ പറയുക, അത് ശരിക്കും കിട്ടുന്നുണ്ട്. എന്തായാലും അടിപൊളി. അങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് നമുക്ക് കഥയൊക്കെ പറഞ്ഞിരിക്കാമെന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് പുറത്തുനിന്നുള്ള ചീവീടിൻ്റെയും മറ്റു ശബ്ദം മാത്രം. ചന്ദ്രൻ ഇങ്ങനെ മേളിൽ തിളങ്ങി നിൽക്കണുണ്ട് കേട്ടോ. നല്ല കൂളുണ്ട്, പിന്നൊന്നും പറയണ്ടല്ലോ.
ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് ഇങ്ങനെ എന്താ പറയുക ഒരു 2 മണി വരെ അവിടെ ഇരുന്നു കേട്ടോ. വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വല്ലാണ്ട് ഉറക്കം വന്നപ്പോൾ പോയിട്ട് കുറച്ച് നേരം ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോയി കിടന്നതാണ്. മോർണിംഗിൽ എണീച്ചാൽ നല്ല കോടയും നല്ല കാഴ്ചയൊക്കെ ഉണ്ടാവുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാമെന്നുള്ള പ്രതീക്ഷയിലാണ് പോയി കിടക്കുന്നത് കേട്ടോ. എണീച്ചാൽ കാണാം. കാരണം ഇത്രയും വൈകിയതുകൊണ്ട് ഞാൻ എണീക്കുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അങ്ങനെ രാവിലെ ഞാൻ എണീച്ചപ്പോൾ 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കോടൻ്റെ വൈക്ക് പോയിട്ടുണ്ട്. നമ്മളെ വെയിറ്റ് ചെയ്യില്ലല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ എണീച്ചപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇതുപോലെ അത്യാവശ്യം കൂളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വലിയൊരു സംഭവമൊന്നും നമുക്ക് രാവിലെ കവർ ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. അങ്ങനെ രാവിലക്കത്തെ കോടയും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ടും അത് കാണാൻ പറ്റാത്ത എൻ്റെ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ ഇറങ്ങിയിട്ട് ഈ തേയിലത്തോട്ടം മൊത്തം ഒന്ന് നടന്ന് കാണാമെന്നുള്ള പ്ലാനിലാണ് കേട്ടോ. പക്ഷേ നടക്കുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ മോർണിംഗിലുണ്ടല്ലോ നല്ല പക്ഷികളെ ശബ്ദം, വേഴാമ്പൽ, അങ്ങനെ നമ്മൾ കാണാത്ത ഒരുപാട് പക്ഷികൾ ഇങ്ങനെ പറക്കുന്നത് നമുക്ക് കാണാൻ പറ്റി. അതൊരു വല്ലാത്ത കാഴ്ച തന്നെയാണ് കേട്ടോ. രാവിലെ നമ്മളെ മക്കളൊക്കെ എണീച്ചിട്ട് ടീ ഒക്കെ അടിച്ച് അവരിങ്ങനെ അവരുടെ വീട് പോലെ അതിൻ്റെ കൂടെ ഓടിയെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം തേയിലത്തോട്ടം ഒഴിഞ്ഞ് കിടക്കുകയാണ്. മുകളിലേക്ക് നമുക്ക് ട്രക്കിങ്ങും പരിപാടിയൊക്കെ വേണമെങ്കിൽ വണ്ടിയൊക്കെ കയറ്റിയിട്ട് പോവാം. പക്ഷേ നമുക്കതിന് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അതിലൊന്നും പോയില്ല കേട്ടോ. അങ്ങനെ താഴേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ച ട്രീ ഹൗസ്. അങ്ങനെ ഇവിടുന്ന് താഴേക്ക് സ്റ്റെപ്പുകൾ വീണ്ടും താഴേക്ക് ഇറങ്ങി ഇങ്ങനെ പോയിട്ട് നമ്മളിനി എന്ത് ചെയ്യാം, പൂളിൻ്റെ അവിടേക്കൊന്ന് പോയി നോക്കാം. അവിടേക്ക് എന്താ അവസ്ഥ എന്നൊക്കെ ഒന്ന് കാണാൻ വിചാരിച്ചൊന്നിങ്ങനെ ഇറങ്ങിയതാണ്. മോർണിംഗിലെ തണുത്ത കാറ്റിലുണ്ടല്ലോ പൂളൊക്കെ ഇങ്ങനെ തണുത്തുറച്ച് നിൽക്കുകയാണ് കേട്ടോ. അതിലേക്ക് പോയിട്ട് അങ്ങോട്ട് ചാടിയുണ്ടല്ലോ, ഒരു നല്ല റീഫ്രഷ് കിട്ടും. സംഭവമൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഈ തണുപ്പത്ത് പോയി ചാടുന്ന അത്ര ബുദ്ധിയില്ല എന്ന് എനിക്കറിയുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ പരിസരത്ത് കൂടെ ചുമ്മാ ഒന്നിങ്ങനെ ഉലാത്താം എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് സംഭവം പൂളൊക്കെ ഒന്ന് വിശാലമായി കണ്ട് കവർ ചെയ്ത് മക്കൾക്കൊക്കെ അതിലൊന്ന് ചാടി കുളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ മരത്തിലേക്ക് വെറുതെ ഒന്ന് നോക്കിയതാണ്. അപ്പോഴാണ് നമ്മൾ തളൻ്റെ മുകളിൽ ഒരാൾ വന്നിട്ട് ഇങ്ങനെ കായ അയക്കുന്നത്. ഇതാരാണ്? മലയണ്ണാൻ നമ്മളെ നാട്ടിൽ വല്ലാണ്ട് കാണാൻ കിട്ടാത്തതുകൊണ്ടും ആൾ നല്ല ഭംഗിയുള്ളതുകൊണ്ടും ആളെ കുറച്ച് നേരം ഞാനങ്ങോട്ട് നോക്കിയിരുന്നു കേട്ടോ. ആളുടെ ഫുഡ് കഴിക്കൽ ഭയങ്കര രസമാണ്. ആൾ നല്ല ബ്രേക്ക്ഫാസ്റ്റ് അടിക്കലാണ് തോന്നുന്നുണ്ട്. രാവിലെ തന്നെ വന്നിട്ട് പഴുത്ത കായൊക്കെ തപ്പി മൂപ്പര് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുടെ കഴിപ്പ് കാണാൻ നല്ല രസമുണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് നേരം അത് നോക്കി നിൽക്കാൻ തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ അതുവഴി പോയി ഓരോ പരിപാടികളൊക്കെ തീർക്കുന്നുണ്ട്. ഞാൻ ഇയാളെയും കണ്ടങ്ങനെ നിന്നു. കാരണം നമുക്ക് കാണാൻ കിട്ടാത്തൊരു സംഭവം ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്തൊരു രസമാണ്. പിന്നെ പ്രത്യേകിച്ച് കാടിൻ്റെ ഉള്ളിൽ ജീവിക്കാനും കാടിൻ്റെ ആ ഒരു വൈബ് അത് വല്ലാത്തൊരു ഇഷ്ടമുള്ള ആളാണ് ഞാൻ. അപ്പോൾ പക്ഷികളും മറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സുഹൃത്തുക്കൾ പറയുന്നുണ്ട് ടൈം കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇവിടുന്ന് പോകാൻ സമയമായിട്ടുണ്ട് എന്നൊക്കെ. പക്ഷേ ആളെ വിട്ടിട്ടാണ്ട് പോകാൻ തോന്നില്ല കേട്ടോ. അങ്ങനെ അവരൊക്കെ റെഡിയായി എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഓടിപ്പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വണ്ടി എടുത്ത് അവിടെ നിന്ന് അങ്ങോട്ട് വിട്ടു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ എന്തായാലും പറയണേ. അപ്പോൾ മറ്റു വിഷയങ്ങളും മറ്റു വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ കമറു പാലക്കൽ. ബൈ.